അകത്തേക്ക് കയറാം. നിക്ക്, ആരാത്? എന്താ ഒളിച്ചും പതിങ്ങളി വരവ്? കക്കാൻ ഇറങ്ങിയത് രണ്ടാളും കൂടി? അല്ല, ഇതാരായി വന്നിരിക്കുന്നേ? രണ്ടാൾക്കും അമ്മാമ്മ ഒരു ലഡു കൊണ്ടുതരാം. വേണ്ട വേണ്ട, ഇതില് ശരിയായ അമ്മുക്കുട്ടിക്ക് മാത്രം ലഡു തരാം. ഇവര് തന്നെ പറയട്ടെ ആരാ ശരിയായ അമ്മുക്കുട്ടിന്ന്. പറ, ആരാ അമ്മുക്കുട്ടി? ഞാനാ അമ്മുക്കുട്ടി, ഞാനാ അമ്മുക്കുട്ടി. കള്ളം പറയുന്നോ? മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്ക. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും ഞാൻ. വേണ്ട പാറക്കുഞ്ഞെ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവര്. ആരോ പറഞ്ഞു പഠിപ്പിച്ചത് അവര് പറയുന്നു. സത്യം അവർക്കും അറിയത്തില്ലായിരിക്കും. ഞാനാ അമ്മുക്കുട്ടിന്ന് ശ്യാമംഗലം ശേഷനപ്പനും പറയുന്നു. ഡാഡി പറയുന്നത് ഞാനാ അമ്മുക്കുട്ടിന്നാ. കേട്ടിട്ട് എന്റെ തല പെരുകുന്നു. എന്തിനാ ഇപ്പൊ രണ്ടാളും കൂടി ഇങ്ങോട്ട് പോന്നേ? നമ്മള് രണ്ടാളും ഡാഡിയുടെ വീട്ടിലായിരുന്നു. ഡാഡി ഇല്ലാത്ത സമയത്ത് ആ ആന്റി പെട്ടിയെടുത്ത് പുറത്തിറങ്ങി ഞങ്ങളെയും പിടിച്ച് പുറത്താക്കി. ശ്യാമംഗലന്റെ കൂടെ കാറ് കയറിപ്പോയി. പെട്ടി എടുത്തോണ്ട് പോയോ? ആ, 2 പെട്ടി ഉണ്ടായിരുന്നു. ഈശ്വര, ഇതെന്തോ പ്രശ്നമാണല്ലോ. അതും ശ്യാമിന്റെ കൂടെ. കുറെ നേരമായിട്ടും ഡാഡിയെ കാണാതായപ്പോ നമ്മൾ ഓരോ ആളോട് ചോദിച്ച് ഇവിടുത്തെ അപ്പൂപ്പനെ കാണാൻ വന്നതാ. വിശക്കുന്നു ആന്റിയെ. കുഞ്ഞുങ്ങള് വന്നേ. ചോദ്യം പറിച്ചിലൊക്കെ പിന്നെ മതി. ആദ്യം ഇച്ചിരി വയറ് നിറയ്ക്കട്ടെ അവര്. വാ. വിദ്യാഭ്യാസം വിവരമുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? അച്ഛനെ പോലെ തന്നെ മക്കളും എപ്പോഴും സ്വപ്നലോകത്തിലാ. IAS റാങ്കോട് പാസ്സായി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് റാങ്കും കിട്ടി. എന്താ ഫലം? ഇപ്പൊ ദേ ആശ്രമത്തിൽ പോയിരുന്ന് ഭജനപ്പാട്ട് പാടുന്നു. ദേ, നിന്റെ അച്ഛന്റെ കാര്യം തന്നെ പറയുന്നത്. പാവം എന്റെ അനിയത്തി ശ്വേത കമ്പനി തുടങ്ങി കടത്തിലായി. പണം ഉണ്ടാക്കാൻ സിംഗപ്പൂരിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നു. നിന്റെ ഡാഡി പറയുന്നത് അങ്ങേർക്ക് മനസമാധാനം ഇല്ലാന്നാ. ആരാ ഈ വീട്ടിൽ മനസമാധാനക്കേട് ഉണ്ടാക്കുന്നത്? അച്ഛനും മകളും, അല്ലാതാരാ? ഇല്ലാത്ത സംശയങ്ങളും തോന്നലുകളും അച്ഛന്. മകൾക്കോ വേലിയെ കിടന്ന് പാമ്പിനെ എടുത്ത് കഴുത്തേലിട്ടെന്ന് പറയുന്നത് പോലെ ആ നീരറ്റിലെ കാര്യസ്ഥന്റെ അനന്തരവനെ ഭർത്താവാക്കി. മതി വല്യമ്മേ, നിർത്ത്. സുധീഷേട്ടൻ പാവാ. അവൾ ആ വർഷയെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. പ്രേമൊന്നും പറഞ്ഞ് സുധീഷേട്ടന്റെ പുറകെ കൂടിയതും മനഃപൂർവ്വം ഞങ്ങളെ അകറ്റാൻ നോക്കുന്നതും അവളാ. ഇല്ല, എനിക്കതിൽ വിശ്വാസമില്ല. ആണുങ്ങളൊക്കെ കള്ളന്മാരാ. പൂച്ചയെപ്പോലെ കണ്ണടച്ച് പാല് കുടിക്കും. അതല്ലേ ഞാൻ കല്യാണം കഴിക്കാത്തത്. കാശും പത്രാസും കണ്ടപ്പോ പണമില്ലാത്ത ആ വർഷയെ തടഞ്ഞ് അവൻ നിന്നെ കല്യാണം കഴിച്ചു. ഇപ്പൊ വർഷയ്ക്ക് പണമായി. ഗൾഫ് മേനന്റെ പൂത്ത കാശ് മുഴുവൻ ഇപ്പൊ അവിടെ കയ്യില്ല. അപ്പൊ സുധീഷിന് അങ്ങോട്ടായി ചായ്വ്. നിന്റെ ബിസിനസ് അവൻ തകർത്തില്ലേ? നീ അറിയാതെ ബാങ്കിൽ നിന്നും പണം എടുത്തവൻ മാറ്റിയില്ലേ? വല്യമ്മേ, വല്യമ്മ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. കുഞ്ഞേ, നിന്നേക്കാൾ അനുഭവജ്ഞാനം എന്തായാലും എനിക്കുണ്ട്. ദേ, നിന്റെ അച്ഛന്റെ കാര്യം തന്നെ എടുക്ക്. പദവിയും പണവും ഇല്ലഞ്ഞിട്ടാണോ ആശ്രമത്തിൽ പോയി കുത്തിയിരുന്ന് ഭജന പാടുന്നത്? ഉടലോടെ സ്വർഗത്തിൽ പോകാമെന്നുള്ള വിശ്വാസം. ഈ ആണെന്ന് പറയുന്ന വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആദ്യമൊക്കെ നിന്റെ അമ്മയോട് എന്ത് സ്നേഹമായിരുന്നു. മരിച്ചാ ഒന്നിച്ചു മരിക്കുമെന്ന് വരെ പ്രസ്താവിച്ച ആളാ. എന്നിട്ടാ ഒറ്റയ്ക്ക് സ്വർഗത്തിലേക്കുള്ള വഴി നോക്കി പോയിരിക്കുന്നത്. അമ്മയുടെ കയ്യിലും തെറ്റുണ്ട്. അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ക്ലബും കൂട്ടുകാരികളും പിന്നെ ചില ചുറ്റിക്കറക്കങ്ങളും ഒക്കെ അമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഇതൊക്കെ കണ്ടു തന്നെയാ വളർന്നത്. വെറുതെ എന്റെ അനിയത്തെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം കാണിക്കല്ലേ? എന്റെ അച്ഛനെ പോലെ സ്നേഹമുള്ള ഒരാളില്ല. അമ്മയെ മാത്രമേ അച്ഛനെ എന്ന് സ്നേഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും
എത്രയോ തവണ അച്ഛനെ തള്ളി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയോ? ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെന്നൊക്കെ അച്ഛന്റെ മുഖത്ത് നോക്കി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പാവച്ഛൻ, ആ മനസ്സ് മുറിഞ്ഞ് ചോര വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ നൊമ്പരത്തിൽ നിന്നൊരു ആശ്വാസം തേടിയ അച്ഛൻ ആശ്രമത്തിൽ പോകുന്നത്, അല്ലാതെ സ്വർഗത്തിൽ പോകാനല്ല. എന്നാ ഒരു കാര്യം ചെയ്, കെട്ടിയോ നിന്നെ ഇട്ടേച്ച് പോയില്ലയോ? ഇനി നീയും കൂടെ പോയി ആശ്രമത്തിൽ ഇരുന്നോ, അതാ നല്ലത്. അല്ല പിന്നെ. ഗുഡ് മോർണിംഗ് മാഡം. അതെ, ഉമ്മറവാതിന് തുറന്നു കിടന്നു, ഇവിടെ സംസാരവും കേട്ടു. പിന്നെ വർഷയുടെ നാത്തുവും പറഞ്ഞു വിട്ടതായതുകൊണ്ടും കുഞ്ഞുനാളിലെ നിങ്ങളെയൊക്കെ അറിയാവുന്നത് കൊണ്ടും ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കാണിച്ചു. നേരാ കേറി ഇങ്ങ് പോന്നു. ഇഷ്ടക്കേടായോ ആവോ? ഏയ്, എന്ത് ഇഷ്ടക്കേട്? ആ, എന്തൊക്കെയുണ്ട് വിശേഷം മാത്യൂസേ? വിശേഷങ്ങളേ ഉള്ളൂ. പക്ഷേ അത് പറഞ്ഞ വീണക്കുഞ്ഞിന് ദേഷ്യം വരും. ദേഷ്യത്തെക്കാൾ കൂടുതൽ സങ്കടം വരുമെന്ന് പറയുന്നതാ അതിന്റെ ഒരു ശരി. ആ, എന്തായാലും പറ, കേൾക്കട്ടെ. വീണക്കുഞ്ഞിന്റെ സങ്കടം കാണാൻ എനിക്ക് പറ്റുകയല്ല. ഓ, എന്നാലും ഇത്തരം ഒരു ചതി ലോകത്തൊരു കാലത്തും നടന്നിട്ടില്ല, ഇനി നടക്കുകയില്ല. മതി, ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. സുധീഷിന്റെ അടുത്ത് ഈ നിമിഷം ഒരാളെത്തും. വേറെ ആരുമല്ല, ഗൾഫ് മേനോന്റെ പതിവ്രതയായ പത്നി വർഷാ മേനോൻ. സത്യം, പകല് പോലെ സത്യം. കാർ എടുത്തിയെന്നൊന്ന് നോക്കിയാട്ടെ. ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ ചെന്ന അവന്റെയും അവളുടെയും തനി നിറം കാണാം, കൈയോടെ പിടികൂടുകയും ചെയ്യാം. പക്ഷേ ഇപ്പൊ തന്നെ പോണം. സത്യമാണോ മാത്യൂസേ? പിന്നല്ലാതെ, മഹേശ്വരി മേഡം പറഞ്ഞ അന്നു മുതൽ ഞാൻ രഹസ്യമായി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലയോ. ചെല്ലട്ടെ, ചെന്ന് നോക്കട്ടെ. ഹോ, എന്നാലും ഇങ്ങനെ ഉണ്ടോ ഒരു ചതി? മേനോ സാറിന്റെ മുമ്പിൽ എന്നാ പതിവ്രതയാ വർഷ. മാത്യൂസേ, ഓ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി വേണ്ട, പണം മതി. ഇതുപോലുള്ള ഓരോ സഹായത്തിനും ഫീസ് ഉണ്ട് മേഡം. തൽക്കാലം ഒരു 5000 എടുത്താട്ടെ. നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ആന്റി, അപ്പൂപ്പാ, എത്തിയോ? ആന്റിക്ക് എന്നോട് പിണക്കം മാറിയിട്ടില്ലല്ലേ? ഐ എം റിയലി സോറി ആന്റി. പെട്ടെന്ന് വിസ ശരിയായത്. ഞാനും ബോബനും കൂടി ഒറ്റ മുങ്ങലായിരുന്നു. കുറെ നാളുകൊണ്ട് ശ്വാസം മുട്ടി ജീവിക്കല്ലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പക്ഷികളെ പോലെ പറന്നൊറ്റ പോക്ക്. എങ്കിലും ദുബായിൽ നിന്ന് നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നു. നീ ഇരിക്ക്. സ്വാർത്ഥത എന്ന് എന്നെ കൂട്ടിക്കോളൂ ആന്റി. ഞാനും ബോബനും ഒരുമിച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാരിൽ നിന്നും അകലേക്ക് പോകണമെന്ന് തോന്നി. പക്ഷെ അവിടെ ചെന്നപ്പോഴാ അപ്പൂപ്പനെ നിങ്ങളെയൊക്കെ അകലുമ്പോഴുള്ള വിഷമം ശരിക്കും എനിക്ക് മനസ്സിലായത്. എവിടെ അപ്പൂപ്പൻ? ത്രേസ്യാമ്മച്ചി എവിടെ? അച്ഛൻ മെഡിക്കൽ കോളേജിലാ, തിരുവനന്തപുരത്ത്. അയ്യോ, എന്തു പറ്റി അപ്പൂപ്പന്? നീ വിഷമിക്കണ്ട, ത്രേസ്യമ്മച്ചേടത്തി കൂടെയുണ്ട്, പിന്നെ അർജുനൻ ചേട്ടൻ. അച്ഛനിടക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അതിന്റെ ചെക്കപ്പിനായിട്ട് പോയതാ. പക്ഷെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാരെ നിർബന്ധം പിടിച്ചു. അതിനു മുമ്പുള്ള ചെക്കപ്പൊക്കെ ആയിട്ട് അവിടെ തന്നെയായി രണ്ടാളും. നീ വിഷമിക്കണ്ട, പേടിക്കാനൊന്നുമില്ല. ആ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മമ്മി പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് 2 അമ്മുക്കുട്ടിമാരുടെ കാര്യം. എന്റെ സോനയുടെ മകള് വന്നു എന്നറിഞ്ഞപ്പോ തന്നെ അവളെ ഓടി വന്ന് എടുക്കാൻ എനിക്ക് കൊതിയായിരുന്നു. അപ്പോഴാ 2 അമ്മുക്കുട്ടിമാരുടെ കാര്യം അറിഞ്ഞത്. സെലീന, നിന്റെ സഹായം ഇല്ലാണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. അച്ഛൻ ചിന്നു അവകാശപ്പെട്ട സ്വത്തുക്കള് തറവാട് ഉൾപ്പെടെ അമ്മൂന്റെ അച്ഛനായ പ്രദീപിന് എഴുതി കൊടുത്തു. പെട്ടെന്ന് മറ്റൊരു അമ്മൂനെയും കൊണ്ട് സോനയുടെ ഭർത്താവ് ശ്യാമു എത്തി. ആഹാ, കൊള്ളാലോ. അപ്പൂപ്പന് ഹാർട്ട് ഡിസീസ് എങ്ങനെ വരാതിരിക്കും? എനിവേ, എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? നീ എന്റെ കൂടെ നിൽക്കണം. ഞാൻ ഈ 2 കുട്ടികളുടെയും പ്രദീപിന്റെ DNA ടെസ്റ്റ് ചെയ്യാൻ പോവാ. അതിന് പോലീസിന് സഹായം വേണം. എല്ലാ കാര്യവും ഒഫീഷ്യൽ ആവണം. ഞാൻ എന്ത് സഹായം ചെയ്യാം, പക്ഷേ
എന്റെ സോനയുടെ മോളെ എന്റെ കൺമുമ്പിൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു DNA ടെസ്റ്റ് ഇല്ലാതെ ഞാൻ കണ്ടുപിടിക്കും ഇപ്പൊ തന്നെ. Stone, paper, scissor. 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 എന്താ എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ ഞാൻ. എന്താ പേടി തോന്നില്ലേ? ഞങ്ങൾക്ക് പേടിയില്ല. ആഹാ, എന്തിനാ പേടിക്കുന്നേ? എനിക്കൊട്ടും പേടിയില്ല. വേഷം മാറി വന്ന് തട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടുന്നവരാ ഞങ്ങള്. കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് നല്ല ഇടിയിടിക്കും. അപ്പൊ സത്യം പറയും. ഞങ്ങൾ ഇടിക്കോ? ഇടിക്കും. എന്താ സംശയമുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഇടിക്കാനുള്ള ധൈര്യം ഈ പോലീസിന് ഉണ്ടാവില്ല. എന്താ ഇത്ര ഉറപ്പ്? അതെ, ഞങ്ങൾ ഇടിച്ചാലേ ഞങ്ങൾ അപ്പൂപ്പൻ ആന്റിയുടെ ചെവി പിടിച്ച് നല്ല തിരുമ തരും. മാത്രമല്ല നല്ല അടിയും പറ്റിച്ചേരും. ഞങ്ങളോട് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സെലീന ആന്റി കുസൃതി കാണിക്കുമ്പോ അപ്പൂപ്പൻ നല്ല നുള്ള തന്നിട്ടുണ്ടെന്ന്. എന്നോട് ത്രേസി അമ്മച്ചി പറഞ്ഞിരുന്നു സെലീന ആന്റി നല്ല കുസൃതിക്കാരിയായിരുന്നു. സെലീന എന്റെയോ? ഞാനൊരു പോലീസ് ഓഫീസറാ. നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്ന ഓഫീസർ. ദുബായ് ഷോപ്പിങ്ങിന് പോയിട്ട് നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഞങ്ങൾ മുമ്പിൽ അഭിനയിക്കണ്ട. ഞങ്ങൾ സെലീന ആന്റിയുടെയും മമ്മിയുടെയും എല്ലാവരുടെ പടവുള്ള ആൽബമൊക്കെ കണ്ടു. ഇനി ജാടിയൊന്നും വേണ്ട കേട്ടോ. ഇരിക്കവിടെ. എന്നാ സത്യം പറ, ആരാ സോനയുടെ മോൾ അമ്മു? ഞാനും അമ്മുവാ. എന്നോട് നുണ പറയണ്ട. ഞാൻ നുണയല്ലേ പറഞ്ഞേ. എന്നെ ഇവിടെ നമ്മുടെ അമ്മ അമ്മൂന്ന് തന്നെ വിളിച്ചിരുന്നേ. സ്കൂളിൽ ഞങ്ങളുടെ പേര് ആദരം തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഒരേ മുറിയിൽ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന. സത്യം പറ കുട്ടികളെ, ആരാ സോനയുടെ മോൾ അമ്മു? സത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ പോട്ടെ, പോയി കളിച്ചോ. കൊള്ളാം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. സെലീന, ഞാൻ പറഞ്ഞില്ലേ, ഇനി വേറെ വഴിയില്ല. DNA ടെസ്റ്റ് നടത്തിയാൽ മതിയാവും. എങ്കിൽ മാത്രമേ യഥാർത്ഥ അമ്മൂനെ കണ്ടുപിടിക്കാൻ പറ്റൂ. എന്തിനാ ജിന്നു നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് മിടുക്കനായ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ? കരുമനെ എടുത്തു വെച്ചതുപോലുണ്ട്. എന്താ ഇവന്റെ പേര്? കതിരൻ. ത്രേസ്യാമ്മച്ചിയുടെ പേരാ. നല്ല പേര്. നിനക്ക് പ്രസവം കഴിഞ്ഞപ്പോ സംസാരശേഷി നഷ്ടപ്പെട്ടുവെന്നും ഒരു വശം തളർന്നുപോയെന്നും കുഞ്ഞിനെ കരുമൻ കൊണ്ടുപോയെന്നും അപ്പൂപ്പൻ ചെന്ന് കാലു പിടിച്ചപ്പോഴാ കുഞ്ഞിനെ തിരികെ തന്നെന്നൊക്കെ മമ്മി ഫോൺ ചെയ്തപ്പോ പറഞ്ഞു. പാർവതി ആന്റിയുടെ ചികിത്സ കൊണ്ട് അസുഖം കുറഞ്ഞു. അപ്പൊ പിന്നെ ഇനി സന്തോഷിക്കല്ലേ വേണ്ടത്? ഇല്ല സെറീന കുഞ്ഞെ, എനിക്കിനി ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നയാളാ അപ്പാപ്പൻ. എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈ നിലയിലാക്കിയ ആളാ പാർവതി ആന്റി. അവരെയൊക്കെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഓരോന്ന് പറഞ്ഞു ചെയ്തു വെറുപ്പിച്ചു. നീ വിഷമിക്കാതെ, ഞാൻ പറഞ്ഞ കരുമം കേൾക്കും. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം.